അവിടെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ നട്ടിൽ നിന്നൊരു സാധനം പൊങ്ങും. അവിടെ നിങ്ങൾക്ക് ഊർജ്ജം എന്താന്ന് വൈബ്രേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. യോഗീഷ് ലിംഗസന്നിധി ഗുരുവിന്റെ ഊർജ്ജം, അതും സമാധിയാണ്. ആ സമാധി ഉള്ളത് കൊണ്ടാണ് അവിടെ ഊർജ്ജം അറിയുന്നത്. ഒരു വ്യക്തി സമാധി പോയി കഴിഞ്ഞ് അവിടെ ഒരു 10-20 പേരിരിക്കണ്ട. ഞാൻ വരുമ്പോൾ തൊട്ട് ഡാൻസ് അരി വെറുതെ പ്രസൻസ് മാത്രമോ. ബുദ്ധൻ വെറുതെ ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ട് വെറുതെ ഇരിക്കാൻ. ഇത് വെറുതെ ഇരുന്ന് നിങ്ങൾ പൊട്ടും. വെറുതെ ഇരുന്നാല് പൊട്ടും. ഇവിടെ കൂടെ തിളയ്ക്കുക മുഖം വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലൊരു വോയിസ് ഇട്ട് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഗ്രൂപ്പ്, അതിലിട്ടിട്ട് പറഞ്ഞു, ഗുരുജി എനിക്ക് ചൂടെടുക്കുന്നു, എനിക്ക് സൂര്യാഘാതം ഏറ്റാണെന്ന് അറിയത്തില്ല, എൻ്റെ ഒപ്പം നിന്ന പണിക്കാരനും ഏറ്റു, എന്താണെന്നറിയില്ല, ഐസ് കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കും, ഇതുവരെ പോകുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു യോഗയുടെ ഇതിൽ അത് ഒരു ഊർജ്ജം, ബോഡി ഹീറ്റ് ആവുന്ന പ്രോസസ്സ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ ഗുരുവായൂരപ്പനെക്കാട്ടി ചാട പിടിച്ചാണ് അവിടെ പല ആൾക്കാരും നടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ നാളെ എന്നെ വരുമ്പോൾ അവിടുത്തെ അമ്മമാർ നോട്ട് ചെയ്ത് വെക്കും. എന്നാൽ പോലും പല ആൾക്കാരും അവിടെ ഇരുന്ന് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. സന്യാസിമാരെ സമാധിക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഇരിക്കുന്ന 10-20 വർഷം, പക്ഷെ എങ്ങനെ പോകണമെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് ഊർജ്ജം ഉണ്ടെന്ന് അറിയുന്നുണ്ട്, പക്ഷെ എങ്ങനെ ഇവിടെ കൂടെ കടന്നു പോകണമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഇടയ്ക്കെന്ന് പറഞ്ഞു, അങ്ങക്ക് ആ വിദ്യ പറഞ്ഞുതരാം, അങ്ങനെ സമാധി വെക്കോളാം ഞാൻ പറഞ്ഞു. നീ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോട്ട് ചെയ്ത് വെക്കുക, അയാൾ എവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നതെന്ന്. എപ്പോഴും കുണ്ടലിനി ഉയർന്നെടുത്തൊരു ഒരു വാസന മണം വരും നമുക്ക്. അത് പ്രത്യേക ഒരു മണം വരും. ആ വാസനയുള്ളവർ നമ്മൾ പലരെയും കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അയാൾ അങ്ങനെ ഒരു യോഗ്യ. പക്ഷേ ഇന്നത്തെ ക്ഷേത്രം തുറന്നു കൊടുക്കില്ല, പേടിയാ. തല്ലും വന്നിട്ട് പോലീസുകാർ തല്ലും, അവിടെ ഇരിക്കുന്ന ആൾക്കാർ തല്ലും. അവരെല്ലാം ഭിക്ഷക്കാരാണ് അധികാരികൾ. അതെ, എന്തിനാന്ന് ഇപ്പൊ എനിക്ക് സമാധിയൊക്കെ ഉണ്ടായി. അതാണ് ഗുരുവിന്റെ ദൗത്യം, വേറെ ഒന്നിനും ഗുരുവിന് ഇടപെടാൻ. ഒരുപാട് പേര് തേടി നടന്ന ചോദ്യമാണത്, ആരാണ് ഞാൻ. അമ്മയോട് പറയുവാണിത്. അപ്പൊ എന്നെ സംബന്ധിച്ചപ്പോൾ ഒരു വിളക്ക് എത്തിച്ചാൽ പോലും ഞാൻ നോക്കത്തില്ല. ചെങ്ങനൊരു മഹാദേവ ക്ഷേത്രമുണ്ട്, അതിന്റെ മുന്നിലൂടെ പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ ശ്രീകോവിലുണ്ടല്ലോ, അതിൻ്റെ അടച്ചിട്ടേക്കുവാണ്. പക്ഷെ സ്ട്രെയിറ്റ് പോയപ്പം പെട്ടെന്ന് ആജ്ഞയിലൊരു അടിയടിച്ചു. ഇരുവിരയങ്ങളും നടുവശത്ത് ഒരു ഫോഴ്സ് ഓഫ് എനർജി ഇങ്ങനെ ഒന്ന് പിടിച്ചു നിർത്തുന്ന പോലെ. അത് എന്താന്ന് പറയുക, അതിലിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചിന്ത ഇല്ലാതാവും, മനസ്സ് ഒരു ഏകാന്തമാവുന്ന അവസ്ഥ. അപ്പം എന്ത് ചെയ്യും? ഇതിൽ നോക്കിയിരുന്നിട്ട് വെറുതെ ഓം നമഃ ശിവായ ജപിക്കും. ആ ഒരു ജപം അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ആത്മീയ സമ്പത്ത്. ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം, വേറെ ഒന്നുമില്ല. അങ്ങയുടെ ഗുരു ചില ആചാര്യന്മാരുടെ സപ്താഹ യജ്ഞവേദികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കളർ ലൈറ്റുകളൊക്കെ വെച്ച് ഒരുപാട് വാദ്യോപകരണങ്ങളൊക്കെ വെച്ച് ഇവര് പാടി ആ പരമാനന്ദത്തിന്റെ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും പൂജാരി നട തുറക്കുന്നതും ദീപം തെളിയിക്കുന്നതും. അപ്പോഴത്തേക്ക് ലൈറ്റുകളൊക്കെ മാറും. അപ്പം ആളുകളുടെ മനസ്സിൽ ഭഗവാൻ കൃഷ്ണനെയോ അല്ലെങ്കിൽ ഭഗവതി ആരോ ആട്ടെ അവരെ കണ്ടൊരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആർട്ടിഫിഷ്യലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നിടത്താണ് അങ്ങ് പറയുന്നത് ഹോട്ടൽ മുറിയിലെ ലൈറ്റ് പോലും ഒരുപക്ഷെ ഇടാതെ അവർക്ക് വേണ്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടാക്കി. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമുക്കൊരു സ്പേസ് ഉണ്ട്, യോഗീഷ് ലിംഗ സന്നിധി എന്ന് പറയും. അവിടെ ഒരു മന്ത്രമില്ല, അവിടെ ഒരു പൂജയില്ല, ഒരു കർപ്പൂരമില്ല, ഒരു ചന്ദനമില്ല. നിങ്ങൾ വെറുതെ വന്നിരിക്കുക. നിങ്ങൾക്ക് നാച്ചുറലി അവിടെ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അവിടെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ നട്ടിൽ നിന്നൊരു സാധനം പൊങ്ങും. അവിടെ നിങ്ങൾക്ക് ഊർജ്ജം എന്താന്ന് വൈബ്രേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. അവസ്ഥ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തോണ്ട് വരും. അവിടെ ഇപ്പൊ അത് മാത്രമാണ് പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ തന്നെ പല കാര്യങ്ങളും വന്നു ചേരും. ആരാണ് പ്രതിഷ്ഠ? യോഗീഷ് ലിംഗസന്നിധി ഗുരുവിന്റെ ഊർജ്ജം, അതും സമാധിയാണ്. ആ സമാധി ഉള്ളത് കൊണ്ടാണ് അവിടെ ഊർജ്ജം അറിയുന്നത്. ഒരു വ്യക്തി സമാധി പോയി കഴിഞ്ഞ് എല്ലാ ഗുരുക്കന്മാരും, ഒരു വ്യക്തി സമാധി പോയെന്ന് വെച്ചോ, ഒരു രമണ മഹർഷി സമാധി എന്ന് വെച്ചോ, ഒരു വ്യക്തി ഉയർന്ന ഒരു മാന്ത്രികനാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ ഊർജ്ജത്തെ എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാം. അത്രയും സിമ്പിളാണ്. ഒരു ഊർജ്ജത്തെ വേറൊരിടത്തുനിന്ന് മാറ്റാൻ പറ്റും, പക്ഷെ ആ ഊർജ്ജം അവിടെ തന്നെ കാണും. ഇപ്പം നമ്മുടെ അവിടെ ഒരു സമാധി ഊർജ്ജമാണ്. അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ആ ഫീലിംഗ് കിട്ടും. അവിടെ ഒന്നുമില്ല എന്ന് വെച്ചാൽ പല ആൾക്കാരും പറയുന്നത് മൈൻഡിൻ്റെയാ. ഇപ്പോൾ ഒരു ദീപാരാധന കാണിച്ചത് മനസ്സാണ്. കൃഷ്ണനെ കാണാത്ത കൃഷ്ണനെ അവിടെ പ്രത്യക്ഷമാക്കും. അപ്പം മൈൻഡല്ല. ഞാൻ സ്പിരിച്വാലിറ്റിക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് സമാധി എന്ന് പറഞ്ഞ മനസ്സില്ലാതാവുക. ഊർജത്തെ നമ്മൾ തന്നെ ഗ്രഹിക്കുക. ധ്യാനം, ധാരണ, സമാധി. ധ്യാനവും പിന്നെ ധാരണയാണ്, അതിൻ്റെ അവസാനമേ ഉള്ളൂ സമാധി. അപ്പം സമാധി കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ടേസ്റ്റ് ഇട്ട് ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ശിഷ്യരായിരിക്കുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ അവർക്കൊരു ഊർജ്ജം ദീക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നും വേണ്ട, ഒരു മന്ത്രം വേണ്ട, ഒന്നും വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൺലൈനിലൊക്കെ നമ്മുടെ സാധനം ഒരു ദിവസം അറ്റൻഡ് ചെയ്യണം. അവിടെ ഒരു 10-20 പേരിരിക്കണ്ട. ഞാൻ വരുമ്പോൾ തൊട്ട് ഡാൻസ് അരി വെറുതെ പ്രസൻസ് മാത്രമോ. സമാധിയുടെ ഊർജ്ജം കിട്ടുന്നതാണ്. ദീക്ഷ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ഫലം. നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രസൻസ്. ഇപ്പം ഞാൻ സ്വീകരിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്, അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അത് കൊടുക്കണമെങ്കിൽ ഇതിന് ദീക്ഷ വേണം. ഇപ്പം നമ്മുടെ യോഗീശ്വര ലിംഗ സന്നിധിയിൽ 12 നാഗങ്ങൾ ഇരിപ്പുണ്ട്. അത് ചക്രങ്ങളുടെ അടിസ്ഥാനമാണ്.
അവിടെ ഒരു മോട്ടറൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, ഒന്നും സംഭവമില്ല, വെറും നിലത്തായിരിക്കുന്നത്. ഇപ്പം നിലത്താണ് ഇരിക്കാൻ പറ്റുന്നത്. അതൊരു ജോമെട്രിയാണ്. ഈ സൃഷ്ടിക്കൊരു ജോമെട്രി ഉണ്ട്. ആ ജോമെട്രി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തിൽ നമ്മൾ തന്നെ അലിഞ്ഞു തരുന്നൊരു പ്രോസസ്സാണ്. അവിടെ സമാധി എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ ഒരു സംഭവങ്ങളും ഇല്ല, അത് നാച്ചുറലി. എപ്പോഴും ഇത് പറയുമ്പോഴും ചിന്തിക്കും ഇനി ബുദ്ധൻ്റെ രീതിയായിരിക്കും എന്ന്. ബുദ്ധൻ വെറുതെ ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ട് വെറുതെ ഇരിക്കാൻ. ഇത് വെറുതെ ഇരുന്ന് നിങ്ങൾ പൊട്ടും, വെറുതെ ഇരുന്നാൽ പൊട്ടും. ഇത് നമ്മുടെ ഈ കോൺസെൻട്രേഷനോ കാര്യങ്ങൾക്കോ ഒന്നും പങ്കെടുക്കാത്ത ഒരാളുണ്ട്. ഈ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ വന്ന് യൂട്യൂബിൽ ഞാനത് ഇട്ടു, കൃഷ്ണകുമാർ എന്ന പേര്. അപ്രതീക്ഷിതമായി വണ്ട് നമ്മുടെ ഉഷ മാം എന്ന് പറയുന്ന അവിടെ ഇതാണൊരു ബന്ധമുള്ള ആളാണ്. അപ്പോൾ വന്നു എന്നോട് പറഞ്ഞു, ഗുരുജി എനിക്ക് അതൊന്ന് കാണണം, ആ ലിംഗം ഒന്ന് കാണണം. നമ്മളാരെയും അങ്ങനെ പ്രവേശിപ്പിക്കുന്നില്ല ഇപ്പം. അപ്പോൾ അദ്ദേഹം ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആൾ കുറെ 2 വർഷമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. ഇപ്പൊ കുംഭമേളയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ അല്ലേ? അപ്പൊ അതെ അല്ലേ? അപ്പൊ അദ്ദേഹം ഇപ്പൊ കുറെ കുംഭമേളയുടെ കണക്ഷൻ ഞാൻ ഇന്നൊരു വീഡിയോയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം കുംഭമേളയിൽ പോയ കഥ എന്നോട് പറഞ്ഞത്. ഓ ഗ്രേറ്റ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വന്നിരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞൊരു ഊർജ്ജമുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട്. ഇത് അദ്ദേഹം മാത്രമല്ല, നമ്മുടെ ഒരു പണി ചെയ്യുന്നത്, നമ്മളൊരു കോൺട്രാക്ടറൊക്കെ കൊടുത്തിരിക്കുന്നത് തോമസ് എന്ന് പറയുന്നത്. ഈ പ്രതിഷ്ഠാനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം, തുണി കൊണ്ട് കെട്ടാൻ പറഞ്ഞു. അവിടെ എല്ലാം കെട്ടി മറയ്ക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു പണിക്കാരനും കൂടി ഇരുന്ന് കെട്ടുക. അപ്പോൾ ഇവർക്ക് പരിധി കൂടുതൽ ഇവരുടെ ആജ്ഞയിലേക്ക് ഒരു ഊർജ്ജം, ഒരു സാധനയില്ല, ഒന്നുമില്ല, എല്ലാ ഫുഡും എല്ലാം ഇങ്ങനെ നടക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കൂടെ തിളയ്ക്കുക മുഖം വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലൊരു വോയിസ് ഇട്ട്, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഗ്രൂപ്പ്, അതിലിട്ടിട്ട് പറഞ്ഞു, ഗുരുജി എനിക്ക് ചൂടെടുക്കുന്നു, എനിക്ക് സൂര്യാഘാതം ഏറ്റാണെന്ന് അറിയത്തില്ല, എൻ്റെ ഒപ്പം നിന്ന പണിക്കാരനും ഏറ്റു, എന്താണെന്നറിയില്ല, ഐസ് കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കും, ഇതുവരെ പോകുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, യോഗയുടെ ഇതിൽ അത് ഒരു ഊർജ്ജം, ബോഡി ഹീറ്റ് ആവുന്ന പ്രോസസ്സ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അവിടെ വരുന്നൊരു ഊർജ്ജമുണ്ട്, അത് അവർക്ക് വലിയ ഫീൽ ചെയ്യുക. ഇപ്പം അദ്ദേഹത്തിന് ഒപ്പം വന്ന പണിക്കാരൻ ഇപ്പം നമ്മളോട് പണി ചെയ്യാൻ വരത്തില്ല. അയാൾക്ക് പേടി, ഇനി വല്ല മന്ത്രവാദം ചെയ്തു വെച്ചേക്കുവാണ്, അവിടെ വല്ല നാഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എപ്പോഴും നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളാണെങ്കിലും ഇപ്പം അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഗുരുവായൂർ പല ദിവസവും നൈറ്റിൽ വെറുതെ പോകാം. അവിടുത്തെ ഊർജ്ജം അനാഹതയാണ്, വളരെ ഒരു ഫീലാണ്, ബ്ലിസ്സാണ്. അപ്പോൾ അവിടെ 20 വർഷമായിട്ട് ഇരിക്കുന്നൊരു സ്വാമിയുണ്ട്. ഇദ്ദേഹത്തെ എപ്പോൾ ഞാൻ കണ്ടല്ലോ അയാൾ എന്നോട് കരയും. ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ എന്തിനാ? ധ്യാനം ചെയ്യാനായിട്ടാണ്, മറ്റുള്ളവർക്ക് ഇതുപോലെ ഉയർന്ന അവസ്ഥ ഒരുക്കി കൊടുക്കാനായിട്ട്. ആ സ്വാമിക്ക് അവിടെ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. ഇന്നവിടെ അവിടെ ഗുരുവായൂരപ്പനെക്കാട്ടി ജാട പിടിച്ചാണ് അവിടെ പല ആൾക്കാരും നടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ നാളെ എന്നെ വരുമ്പോൾ അവിടുത്തെ അമ്മമാർ നോട്ട് ചെയ്ത് വെക്കും. എന്നാൽ പോലും പല ആൾക്കാരും അവിടെ ഇരുന്ന് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. സന്യാസിമാരെ സമാധിക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഇരിക്കുന്ന 10-20 വർഷം, പക്ഷെ എങ്ങനെ പോകണമെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് ഊർജ്ജം ഉണ്ടെന്ന് അറിയുന്നുണ്ട്, പക്ഷെ എങ്ങനെ ഇവിടെ കൂടെ കടന്നു പോകണമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഇടയ്ക്കെന്ന് പറഞ്ഞു, അങ്ങക്ക് ആ വിദ്യ പറഞ്ഞുതരാം, അങ്ങനെ സമാധി വെക്കോളാം ഞാൻ പറഞ്ഞു. നീ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോട്ട് ചെയ്ത് വെക്കുക, അയാൾ എവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നതെന്ന്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് ഇവരുടെ മുന്നിലൊക്കെ തന്നെ എന്ത് ചെയ്യണം, ഒരു ആശ്രമം ഇരുന്നിട്ട് വേണം, ആശ്രമത്തിലിരുന്ന് ഞാൻ പോകത്തുള്ളൂ. അയാൾക്കൊരു വാശി പോലെ പറയുന്നു. പക്ഷെ പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. അയാൾ ഉറങ്ങില്ല. അയാൾ എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ നൈറ്റി വന്നിരുന്നിട്ട് ധ്യാനം, അയാളുടെ പ്രോസസ്സ്. രാവിലെ അവിടെ കടയിൽ എന്തെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തു കൊടുക്കും. പക്ഷെ അവിടെ ഇരുത്തത്തില്ല അയാളെ. അവിടെയുള്ള ആൾക്കാർ ഇരുത്തില്ല. മീൻസ് അതിനെ അധികാരപ്പെടുത്തിയിരിക്കുന്ന കുറേ ആൾക്കാർ അവരിങ്ങനെ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് ഇരുത്തത്തില്ല, അവർ സമാധി പോവും, അല്ലെങ്കിൽ അവർ അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പാണ്. പക്ഷെ അയാൾ റിയൽ ഒരു സ്പിരിച്വൽ എനർജിയുള്ള മനുഷ്യനാണ്. എപ്പോഴും കുണ്ടലിനി ഉയർന്ന അടുത്ത് വരുമ്പോൾ ഒരു വാസന മണം വരും നമുക്ക്. അത് പ്രത്യേക ഒരു മണം വരും. ആ വാസനയുള്ളവർ നമ്മൾ പലരെയും കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അയാൾ അങ്ങനെ ഒരു യോഗിയ. പക്ഷേ ഇന്നത്തെ ക്ഷേത്രം തുറന്നു കൊടുക്കില്ല. പണ്ടൊക്കെ ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. മധുരൈ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ കൂടുതലും ഇതുപോലെ തന്നെ സാധന ചെയ്ത് സമാധി വന്നിരുന്ന യോഗി വര്യന്മാരാണ് കൂടുതൽ അവിടെ ഇരുന്നത്. പക്ഷെ ഇന്ന് അവിടെ ചെന്ന് ഒരൊറ്റ സന്യാസിയെ കാണത്തില്ല. പേടിയാ, തല്ലും വന്നിട്ട് പോലീസുകാർ തല്ലും, അവിടെ ഇരിക്കുന്ന ആൾക്കാർ തല്ലും. അവരെല്ലാം ഭിക്ഷക്കാരാണ് അധികാരികൾ. അതെ, എന്തിനാ? ഇപ്പം എനിക്ക് സമാധിയൊക്കെ ഉണ്ടായി, ഞാൻ പോയിട്ട് ഏതെങ്കിലും ഒരു മഠത്തിൽ ചേരുക. വലിയ വലിയ ഗുരുക്കന്മാരുടെ പേരിപ്പം ഞാൻ പറയുന്നുണ്ട്. ആ ഗുരുക്കന്മാർ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഞാൻ ചേരുക. അവരിതിനൊന്നും വിശ്വസിക്കത്തില്ല. അവരുടെ ഗുരുവാണ് ഏറ്റവും വലുത്. നിങ്ങളൊക്കെ പരിശീലിച്ചോ. നമ്മൾ സമാധി ആവാൻ വേണ്ടി പൊട്ടി നിൽക്കുമായിരിക്കും. ഇതിനെ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാർ അവിടെ അധികാരത്തിലിരിക്കുന്നവർ. ഞാൻ എൻ്റെ പല സഞ്ചാരത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളെ ഞാൻ പങ്കുവെക്കാതെ തന്നെ ഞാൻ അവരിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാനായിട്ട്. ഇതുങ്ങൾക്കൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ വലിയ ഉയർന്ന മഠത്തിലിരിക്കുന്നത്. അവരൊരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കില്ല. അവരൊന്നെങ്കിൽ വലിയ സ്ഥാനത്തേക്ക് എത്തും, അല്ലെ വേറെ രീതിയിലേക്ക് എത്തും.
അതിനൊക്കെ അവർ എതിർക്കും. അവർ വിചാരിക്കുന്ന ഒരു സ്പിരിച്വലി ഒരാൾക്ക് മാത്രമേ ഉയരാൻ പറ്റുള്ളൂ. അല്ല ഇതിലൊക്കെ തന്നെ പലർത്തും ഇപ്പം ഞാൻ പറഞ്ഞില്ല വേറെ നമ്മൾ വലിയ സംഭവം അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഇന്നുള്ള ക്ഷേത്രങ്ങളും ഇന്ന് സമാധി പോകാനായിട്ട് ഒരുക്കുന്ന ആശ്രമങ്ങളും ഒക്കെ തന്നെ ഒരു വ്യക്തിയുടെ പൂർണ്ണതയെ മനസ്സിലാക്കിക്കൊണ്ടല്ല. ഇന്ന് ഏറ്റവും വലിയ ഗുരുക്കന്മാരുണ്ട്. ഈ ഗുരുക്കന്മാരൊന്നും ശിഷ്യരെ പോലും കാണുന്ന പോലും ഇല്ല. അവിടെ സന്യാസിമാരായിട്ടുള്ള ആൾക്കാരെ പോലും കാണുന്നില്ല. പിന്നെ അവർക്കുണ്ടാകുന്ന അനുഭവ സമ്പത്തും കാര്യങ്ങളൊന്നും അതെങ്ങനെ സംഭവം അവരും പറഞ്ഞു കൊടുക്കാൻ പോലും. ഇന്നത്തെ ക്ഷേത്രത്തിൽ പോകുന്നതിനെ പൂജ കഴിക്കാൻ അല്ലേ. ഇപ്പൊ നമ്മുടെ സാധനയിൽ വരുന്നവരെ ചിലർ ഗുരുജി മൂലാധാര ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും ചോദിക്കും. ചിലർക്ക് അനാഹത ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ബന്ധം തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കും. ഞാൻ പറയും ഇങ്ങനെയുള്ളവരൊന്നും ഇങ്ങോട്ട് വരണ്ട. സ്വയബോധത്തെ അറിയാൻ വേണ്ടി വരുന്നവർ മാത്രം. ഇവിടെ ആരോഗ്യം പരിഹരിച്ചു കൊടുക്കുന്നില്ല, ഇവിടെ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്നില്ല, ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. പിന്നെ എന്തിന് ഒരു മനുഷ്യ ജീവിതത്തിൽ വേണ്ടാത്ത എന്തൊക്കെ കാര്യം. അതല്ലേ ജീവന്റെ എന്നെ സംബന്ധിച്ച് അതാണ് പരിണാമം. കച്ചവടത്തിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനാണ് വരുന്നത്. അന്ന് ഇത് സെൽഫ് റിയലൈസേഷന് വേണ്ടി മാത്രമേ വരിക. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് തീർച്ചയായും അത് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഗുരു. അതാണ് ഗുരുവിന്റെ ദൗത്യം. വേറെ ഒന്നിനും ഗുരുവിന് ഇടപെടാൻ. ഒരുപാട് പേര് തേടി നടന്ന ചോദ്യമാണത്, ആരാണ് ഞാൻ. തീർച്ചയായും അത് ഉണ്ടാവണം, ആത്മാർത്ഥത ഉണ്ടാവണം. ആത്മാർത്ഥത ഉണ്ടായി കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങളോട് സംഭവിക്കും. അത് നമ്മൾ വെറുതെ ഒരു ചോദ്യമായിട്ടല്ല, ആത്മാർത്ഥതയായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കും സ്പിരിച്വലിയുള്ള എല്ലാ അറിവുകളും. ഞാൻ ഈ സംസാരിച്ച് തുടങ്ങിയപ്പം മുതൽ അങ്ങയുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ അബാക് മീഡിയ സ്പിരിച്വൽ കണ്ടന്റുകൾ ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ സംസാരിക്കും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സ്പിരിച്വൽ കണ്ടന്റ് അങ്ങയുടേതായിരുന്നു ആവേണ്ടിയിരുന്നത്. അങ്ങയുടെ സമയക്കുറവും നമ്മൾ രണ്ടുപേരുടെ സമയം ഒത്തു പോകാത്തത് കൊണ്ടാണ് അത് നീണ്ടു പോയത്. പക്ഷെ ഇന്ന് ഈ പ്രേക്ഷകരോടാണ്, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം രാത്രി 1 മണിയാണ്. രാത്രി 1 മണിക്കാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. നിയോഗമായിരിക്കാം. അപ്പൊ ഞാൻ തുടക്കം മുതൽ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചോദ്യം, അങ്ങയുടെ ഈ സ്പിരിച്വൽ മേഖലയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? എൻ്റെ 19ാമത്തെ വയസ്സിൽ. എവിടെയായിരുന്നു ആ ഒരു തൻ്റെ വഴി ഇതാണ്, എനിക്ക് എൻ്റെ മാർഗം ഇതാണ്? അല്ല, മാർഗം ഞാൻ പറഞ്ഞല്ലോ, ആത്മീയതയിലേക്ക് നമ്മൾ ഗ്രഹിക്കുന്ന പ്രക്രിയയാണ്. ഓരോന്നും സംഭവിക്കും ജീവിതത്തിൽ. പക്ഷെ നമ്മൾ തന്നെ അതിനെ മനസ്സിലാക്കി. ഇപ്പൊ സമാധി കഴിഞ്ഞാൽ നമ്മളുടെ ഈ മീറ്റിംഗിന്റെ അതെല്ലാം സത്യമാണ്. അതെല്ലാം അങ്ങനെ സംഭവിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഏകദേശം അല്ല എൻ്റെ അച്ഛനൊരു വാഹനം എടുത്തു. ഒരു സ്കൂട്ടറാണ്. എൻ്റെ രജിസ്ട്രേഷൻ്റെ ഉള്ളൊരു പ്രോസസ്സിന് വേണ്ടി എന്നെയാണെന്ന് വിട്ടത്. ഞാനറിയാം നമ്മളെ സംബന്ധിച്ച് ആത്മീയത ഒരു ടച്ച് വരില്ല. എൻ്റെ അമ്മൂമ്മ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയ കുറച്ച് നാശം അമ്മൂമ്മ ഇടയ്ക്ക് പോയപ്പം അമ്മൂമ്മ എൻ്റെ അമ്മയോട് പറയുന്നു, കുഞ്ഞമ്മയുടെ മക്കളുണ്ട് തേനും ശ്രീകുട്ടിയും, ഒരു വിളക്ക് എത്തിച്ചാൽ പോലും രാമജപാന്ന് പോലും ജപിക്കില്ല, അതേപോലെ തന്നെ പിള്ളേരാന്ന് അമ്മൂമ്മ പറയുക. അപ്പം അമ്മൂമ്മ ഞാനപ്പം സെറ്റിയെ കിടക്കുക. അപ്പം അമ്മയോട് പറയുന്നു, ഇവനോ രാമന്ന് പോലും വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പം എങ്ങനെയാന്ന് അമ്മയോട് പറയുവാണിത്. അപ്പം എന്നെ സംബന്ധിച്ചൊക്കെ ഒരു വിളക്ക് എത്തിച്ചാൽ പോലും ഞാൻ നോക്കത്തില്ലായിരുന്നു. അമ്പലത്തിൽ പോവും, ഉത്സവത്തിന് കൂട്ടുകാരോടൊപ്പം പോകുന്ന പ്രോസസ്സുകൾ, അവിടെ എന്തിനു പോകുന്നത് അറിയത്തില്ല. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പം ഈ അച്ഛൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ സ്കൂട്ടർ കൊണ്ട്, അത് രജിസ്ട്രേഷന് വേണ്ടി പോയപ്പം നിമിത്തങ്ങളെന്ന് പറയുന്ന പോലെ എനിക്ക് താഴെക്കോട് പോകാനൊരു വഴിയുണ്ട്. അന്ന് ആ വഴി തെറ്റി ഞാൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമുണ്ട്, അതിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്ത് പോയപ്പം അവിടെ ശ്രീകോവിലുണ്ടല്ലോ, അതിൻ്റെ അടച്ചിട്ടേക്കുവാണ്. പക്ഷെ സ്ട്രെയിറ്റ് പോയപ്പം പെട്ടെന്ന് ആജ്ഞയിലൊരു അടിയടിച്ചു. ഇരുവിരയങ്ങളും നടുവശത്ത് ഒരു ഫോഴ്സ് ഓഫ് എനർജി ഇങ്ങനെ ഒന്ന് പിടിച്ചു നിർത്തുന്ന പോലെ. അത് എന്താന്ന് പറയുക, അതിലിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചിന്ത ഇല്ലാതാവും, മനസ്സ് ഒരു ഏകാന്തമാവുന്ന അവസ്ഥ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ എഴുതി വെച്ചൊരു മന്ത്രമുണ്ട്, ഓം നമഃ ശിവായ എന്നുള്ള, ആകെ അറിയുന്നതേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും, ഇതിൽ നോക്കിയിരുന്നിട്ട് വെറുതെ ഓം നമഃ ശിവായ ജപിക്കും. ആ ഒരു ജപം അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ആത്മീയ സമ്പത്ത്, ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം, വേറെ ഒന്നുമില്ല. അങ്ങയുടെ ഗുരു